ഗണേഷ് കുമാറിനെ അനുകൂലിക്കുന്നവർക്ക് പറയാനുള്ളത് ആന്റണി രാജു അല്ല ഗണേഷ് കുമാർ എന്നാണ്. അതായത് ഗണേഷ് കുമാർ എന്തെങ്കിലും തീരുമാനമെടുത്താൽ, ഗണേഷ് കുമാർ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായ ഉദ്ദേശമുണ്ടാകും, ആ ഉദ്ദേശത്തിന് കൃത്യമായ ലക്ഷ്യവുമുണ്ടാകുമെന്നാണ്. അതായത് അതൊന്നും അത്ര മോശപ്പെട്ട രീതിയിൽ വരാൻ സാധ്യതയില്ല, അവയെല്ലാം വിജയം കാണും എന്നുള്ളതാണ് ഇക്കൂട്ടരുടെ വാദം. അതുപോലെ തന്നെ ഗണേഷ് കുമാർ പുതിയ മന്ത്രിസഭയിലെത്തിയ ശേഷം എടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ് 10 രൂപ ബസ്സുമായി ബന്ധപ്പെട്ടത്. 10 രൂപ ബസ് കൊണ്ട് യാതൊരു ഗുണവുമില്ല, അത് നഷ്ടക്കച്ചവടത്തിലാണ് എന്നുള്ളതായിരുന്നു ഗണേഷ് കുമാറിന്റെ വാദം. എന്നാൽ 10 രൂപ ബസ്സിന് ജനപ്രീതി ഉള്ളതുപോലെ തന്നെ പാർട്ടിക്ക് അകത്തും പ്രീതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. MV ഗോവിന്ദനും ആര്യ രാജേന്ദ്രനും അടക്കം VK പ്രശാന്ത് പോലും രംഗത്തെത്തിയിരുന്നു. അതായത് ഗണേഷ് കുമാറിന് എതിരെയായി, അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് എതിരെയായി. 10 രൂപ ബസ്സിന് വലിയ ലാഭമാണ് എന്നുള്ളതായിരുന്നു ഇക്കൂട്ടർ പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ KSRTCയുടെ വാർഷിക റിപ്പോർട്ട് പോലും വന്നിരിക്കുകയാണ്. KSRTCക്ക് ലാഭമില്ലെങ്കിലും ഇലക്ട്രിക് ബസ് അഥവാ ഈ 10 രൂപ ബസ്സിന് മികച്ച ലാഭം തന്നെയാണ് എന്നുള്ളതാണ് ഈ വാർഷിക റിപ്പോർട്ട് പറയുന്നത്. എല്ലാ മാസത്തിലും വമ്പിച്ച ലാഭം തന്നെയാണ്, എന്നിട്ടും പഴി 10 രൂപ ബസ്സിന് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ ബസ്സുകൾക്ക് കിലോമീറ്ററിന് ശരാശരി 8 രൂപ 21 പൈസയുടെ ലാഭമുണ്ട്. ജൂലൈയിൽ ഇത് 13 രൂപ 46 പൈസ വരെയായി ഉയർന്നു താനും. 2023 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയായി 2 രൂപ 88 കോടി രൂപ ലാഭം കിട്ടിയിട്ടുമുണ്ട്. ഈ കണക്ക് തന്നെയായിരിക്കാം KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായ ബിജു പ്രഭാകർ നൽകുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിലെ സൂചന. ഇനി ബസ്സുകൾ വാങ്ങില്ലെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം കാര്യങ്ങൾ പഠിക്കാതെ ആയിരുന്നു എന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട്. മാത്രമല്ല ഗണേഷ് കുമാർ പറഞ്ഞ സിറ്റി സർക്കുലർ സർവീസിൽ ഇനി ഡീസൽ ബസ്സുകളെ വാങ്ങൂ എന്ന തീരുമാനവും തിരുത്തേണ്ടി വരും. സ്മാർട്ട് സിറ്റി കിഫ്ബി പദ്ധതികൾ വഴി ലഭിക്കാനിരുന്ന 45 ഇ ബസ്സുകൾക്ക് പകരം ഡീസൽ ബസ്സുകൾ വേണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാൻ CMD നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ് വാങ്ങാനാകില്ല. ഇ ബസ് വാങ്ങുകയോ അല്ലെങ്കിൽ ഫണ്ട് വേണ്ടെന്ന് വെക്കുകയാണ് നിലവിലെ മാർഗം. 950 ഇ ബസ്സുകൾ ലഭിക്കുന്ന പ്രധാനമന്ത്രി ഇ സേവ ബസ് പദ്ധതിയിലും കേരള നിലപാട് അറിയിച്ചിട്ടില്ല. ബസ്സും ഡ്രൈവറും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ലാഭവിഹിതം കേന്ദ്രത്തിനും നൽകേണ്ടതുണ്ട്. ഈ ബസ്സുകൾ എത്തിയാൽ ഇന്ധന ചെലവിൽ മാസം 15 കോടിയെങ്കിലും ലാഭിക്കാമെന്നാണ് KSRTCയുടെ തന്നെ റിപ്പോർട്ട്. ഇത്തരം കാര്യങ്ങളിൽ മന്ത്രി ഒറ്റയ്ക്കല്ല തീരുമാനിക്കേണ്ടതെന്നും CPM തള്ളിപ്പറഞ്ഞ ശേഷം ഗണേഷ് കുമാർ ഇതുവരെയും തന്റെ നിലപാടിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 10 രൂപ ബസ്സിന് ഓരോ മാസവും ലഭിക്കുന്ന ലാഭക്കണക്ക് മനോരമ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റൊരു വാർത്തയും മനോരമ നൽകിയിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതി മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് KSRTCക്ക് ഡീസൽ ബസ് വാങ്ങാൻ അനുമതിയില്ല എന്നുള്ളതാണ് അത്. സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായതിനാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് KSRTCക്ക് ഡീസൽ ബസ്സുകൾ വാങ്ങാനാവില്ല. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിന് മാത്രമേ സ്മാർട്ട് സിറ്റി ഫണ്ട് വിനിയോഗിക്കാനാവൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിൽ ഈ ബസ്സുകൾ വാങ്ങുന്നതിനുള്ള ടെൻഡർ വിജ്ഞാപനം റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും ഡീസൽ ബസ്സുകൾ വാങ്ങാൻ അന്തിമ തീരുമാനമെടുത്താൽ അതിനുള്ള തുക KSRTC സ്വന്തം നിലയ്ക്ക് കണ്ടെത്തേണ്ടി വരും. ബസ്സുകൾ വാങ്ങാനായി സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡ് വകയിരുത്തിയിട്ടുള്ളതിൽ ബാക്കി തുകയായ 40 കോടിയോളം രൂപ KSRTCക്ക് നഷ്ടമാകുകയും ചെയ്യും. 100 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനായി 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ഈ തുകയ്ക്ക് 112 ബസ്സുകൾ വാങ്ങാനാകുമെന്നാണ് നിലവിലെ കണക്ക്. ആദ്യഘട്ടമായി 62 ബസ്സുകൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിരത്തിലിറക്കിയതുമാണ്. ഇതിന്റെ തുക KSRTCക്ക് സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി ബസ്സുകൾ വാങ്ങുന്നതിനുള്ള ടെൻഡർ നടപടികളാണ് ഇപ്പോൾ കുരുക്കിലായിരിക്കുന്നത്. നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ പ്രധാനമാണ് അന്തരീക്ഷ മലിനീകരണം. അതായത് ഈ ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വാദങ്ങളിൽ ലാഭം എന്നത് മാറ്റി നിർത്തിയാൽ മറ്റത് അന്തരീക്ഷത്തിന് ദോഷകരമായിട്ടുള്ള വാതകങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു വാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയിലെ പല നേതാക്കളും ഇതിനെ പിന്തുണച്ചിരുന്നതും. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി തന്നെ കൗമുദി ഒരു കണക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 950ഓളം ഈ ബസ്സുകളുടെ ടെൻഡറുകൾ മരവിപ്പിക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച്. അതായത് KB ഗണേഷ് കുമാർ മന്ത്രിയെ ചാർജ് എടുത്തതിന് ശേഷം, അതായത് ഗതാഗത മന്ത്രിയെ ചാർജ് എടുത്തതിന് ശേഷം ഇത്തരത്തിലുള്ള ടെൻഡറുകളെല്ലാം മരവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണക്കാണ് ഇന്നലെ കേരള കൗമുദി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഒരുവിധം എല്ലാ മാധ്യമങ്ങളും, ഒരുവിധം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, ഒരുവിധം എല്ലാ ജനങ്ങളും എല്ലാവരും 10 രൂപ ബസ്സിന് അനുകൂലിക്കുന്നവരാണ്. 10 രൂപ ബസ്സിന്റെ ലാഭം കൈപ്പറ്റുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കഥയാണ് ഇന്നലെ മാതൃഭൂമി പത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആന്റണി രാജുവിനെ തലയിൽ കൈവച്ചുകൊണ്ട് ഒരു യുവതി അനുഗ്രഹിച്ച കഥ.
10 രൂപ ബസ് തങ്ങൾക്ക് ഏറെ ലാഭകരമാണ് എന്ന് അവർ പറയുന്ന കഥ. അതുതന്നെയാണ് പണ്ട് ആന്റണി രാജുവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 10 രൂപ ബസ് വളരെ ലാഭകരമാണ് എന്നുള്ളത്. പക്ഷേ കെ.ബി. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി വന്നതിന് ശേഷം ഗണേഷ് കുമാർ ആദ്യം തന്നെ പറഞ്ഞത് KSRTCയിൽ 10 രൂപ ബസ് കൊണ്ട് യാതൊരു തരത്തിലുള്ള ലാഭവുമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം കെ.ബി. ഗണേഷ് കുമാർ അത്തരത്തിൽ ഒരു വാദം ഉന്നയിച്ചത് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. കാരണം കെ.ബി. ഗണേഷ് കുമാർ ഒന്നും പഠിക്കാതെ ഇറങ്ങിത്തിരിക്കുന്ന മന്ത്രിയല്ല. പണ്ട് ഗതാഗത മന്ത്രിയായിരുന്ന സമയത്ത് തന്റെ കഴിവുകൾ തെളിയിച്ച മന്ത്രിയാണ്. KSRTCയെ ഗുണത്തിലേക്ക് എത്തിച്ച മന്ത്രിയാണ്. KSRTCക്ക് നേട്ടമുണ്ടാക്കി കൊടുത്ത മന്ത്രിയാണ്. അപ്പോൾ അത്തരമൊരു മന്ത്രി, അത്തരം പാരമ്പര്യമുള്ള ഒരു മന്ത്രി ഒരു വാക്ക് പറയണമെങ്കിൽ അതിന് പുറകിൽ എന്തായിരിക്കാം കാരണം? യഥാർത്ഥത്തിൽ ഇലക്ട്രിക് ബസിന്റെ ലാഭം അദ്ദേഹം പഠിക്കാൻ മറന്നുപോയതാണോ, അതോ അതിന് പുറകിൽ അദ്ദേഹം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉന്നം വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. എന്തായാലും കെ.ബി. ഗണേഷ് കുമാറിനെ അനുകൂലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പോഴും ആളുകൾക്ക് പഞ്ഞമൊന്നുമില്ല. അവർ ഇപ്പോഴും ഉറപ്പിച്ചു തന്നെ പറയുകയാണ്, ആന്റണി രാജുവല്ല കെ.ബി. ഗണേഷ് കുമാർ എന്ന്.